ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമത്തിലെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതാണ് നടപടി. പുനഃസംഘടനാ നിയമത്തിന് 55-ാം വകുപ്പ് പ്രകാരം നൽകിയിട്ടുള്ള അധികാര വിനിയോഗ ചട്ടത്തിലാണ് ഭേദഗതി വരുത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയ ഭേദഗതി നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറക്കി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, എന്താണ് ഈ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത്? വിശദമായി. 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിലാണ് ചില ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും മേഖലയെ 2 കേന്ദ്രഭരണ പ്രദേശമായി വിഭജിക്കുകയും ചെയ്ത സമയത്താണ് ഇത്തരത്തിൽ പുനഃസംഘടനാ നിയമം കൊണ്ടുവന്നത്. ആ പുനഃസംഘടനാ നിയമത്തിൽ 55-ാം വകുപ്പ് പ്രകാരം അധികാരങ്ങൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചില ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇത് സംബന്ധിച്ചിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുള്ളത് പുതുതായി ഒന്നും തന്നെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് ചില വ്യക്തതകൾ നിയമത്തിൽ വരുത്തി എന്നുള്ളതാണ്. അത് ജമ്മു കാശ്മീരിലെ സമാധാന നീക്കങ്ങൾക്കും ഒപ്പം നിലവിലെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ഊർജ്ജം പകരുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. പുതിയ ഈ ഭേദഗതി പ്രകാരം ലഫ്റ്റനന്റ് ഗവർണർക്ക് മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. നിയമനങ്ങൾ, അത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഒപ്പം നിയമനങ്ങൾ എന്നിവ സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി പ്രകാരം മാത്രമായിരിക്കും തീരുമാനമെടുക്കാൻ സാധിക്കുക. കൂടാതെ അഡ്വക്കേറ്റ് ജനറൽ, നിയമകാര ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിയമനങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി അനിവാര്യമായിരിക്കും. കൂടാതെ ജയിൽ, ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ, ഫോറൻസിക് ലബോറട്ടറി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാര പരിധിയിൽ ഉൾപ്പെടും. അഴിമതി വിരുദ്ധ സെൽ, പോലീസ്, ക്രമസമാധാനം എന്നീ വിഷയങ്ങളിൽ ഏതു തരത്തിലുള്ള തീരുമാനമെടുക്കുമ്പോഴും അതിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി അനിവാര്യമായിരിക്കും. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ, അതും നിർണായകമായിട്ടുള്ള മേഖലകളിൽ, ക്രമസമാധാനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജമ്മു കാശ്മീർ മേഖലയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയോടെ മാത്രമായിരിക്കും ഇനി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക എന്ന ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് ഈ അധികാര പരിധികളുണ്ട്. അത് വളരെ കൃത്യമായി 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിൽ ഉൾപ്പെടുത്തുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വർഷം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ആ സമയത്ത് അധികാര തർക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു അധികാര വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ചൊരു വ്യക്തതയാണ് ഇപ്പോൾ 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇതിലൂടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം ലഭിക്കും. അത് മേഖലയിൽ സമാധാന നീക്കങ്ങൾക്കും നിലവിലെ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ഊർജ്ജം പകരും എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ശരി ജിഷ്ണു.